ഹലോ ഫ്രണ്ട്സ്, ദളപതി 69 ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് ഡേറ്റ് അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. എന്നാൽ പിന്നെ വീഡിയോയിലോട്ട് പോകാം. അതിനു മുൻപ് നമ്മുടെ സെക്കൻഡ് ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. എല്ലാവരും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഗില്ലി റീ റിലീസ് മൂവിയായി വന്ന് വൻ റെക്കോർഡ് നേട്ടമാണ് കൈവരിച്ചിരിക്കുന്നത്. ഇന്ത്യൻ റീ റിലീസ് മൂവീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ ആൻഡ് ലോങ് റൺ കിട്ടിയ ചിത്രമായ ചരിത്ര റെക്കോർഡാണ് ഗില്ലി സ്വന്തമാക്കിയിരിക്കുന്നത്. ഏകദേശം 30 കോടിക്ക് മുകളിലാണ് ഗില്ലി വാരിക്കൂട്ടിയിരിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് മാത്രം 20 കോടിക്ക് മുകളിലും. 20 വർഷം മുമ്പുള്ള പടം, ടി വിയിലൊക്കെ ഒരുപാട് തവണ ഇടുന്ന പടം, സൺ ടി വിയുടെ TRP ഹൈയാക്കുന്ന പടം, ഇപ്പോഴാണെങ്കിൽ OTT ഓൺലൈൻ മാറ്റൊക്കെ ഈസി ഈ കാണുന്നത് പോലും പഴയ പടം ഇറക്കി പുതിയ പടങ്ങളെക്കാളും ഓളം ഉണ്ടാക്കുന്നതും കാശ് ഉണ്ടാക്കുന്നതും ഒരു ഇമ്പോസിബിളായ കാര്യമാണ്. അതിനെ പോസിബിൾ ആക്കിയിരിക്കുകയാണ് ഗില്ലി. എന്തായാലും അതൊരു മികച്ചൊരു കാര്യം തന്നെയാണ്. ഈ നേട്ടം നമ്മൾ ആഘോഷിക്കാനായി എല്ലാവരും കമൻറ്റിൽ ഗില്ലി എന്ന് ഫയർ ഇടുക. അപ്പോൾ ദളപതി 69 ഡയറക്ടർ H. വിനോദ് ആണെന്ന് ഒരു 99% കൺഫേമാണ്. പ്രൊഡക്ഷൻ മാത്രമാണ് ഉറപ്പിച്ച് പറയാൻ പറ്റാത്തുള്ളൂ. മ്യൂസിക് ഡയറക്ടറായിട്ട് അനിരുദ്ധമുണ്ട്. ഇനി ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് വന്നാൽ കൂടുതൽ വിവരം കിട്ടുന്നതായിരിക്കും. H. വിനോദ് ആകുന്നതുകൊണ്ട് തന്നെ ഹൈപ്പ് അത്രയ്ക്ക് ഇല്ലെങ്കിലും ബ്രേക്കിന് മുന്നിലുള്ള പടമാകുമ്പോൾ ഫാൻസിന് ഓരോ അപ്ഡേറ്റും വലിയ ട്രീറ്റ് ആയിരിക്കും. അപ്പോൾ സോഷ്യൽ മീഡിയ ചെക്ക് ചെയ്തപ്പോൾ ഇന്നലെ തൊട്ട് പോകുന്ന റൂമർ ജൂൺ 22 ദളപതിയുടെ ബർത്ത്ഡേ പ്രമാണിച്ച് ദളപതി 69 അനൗൺസ്മെൻറ്റ് പുറത്തുവിടുമെന്നാണ് പറയപ്പെടുന്നത്. ഓൾറെഡി ഗോട്ട അപ്ഡേറ്റ്സ് അന്നുണ്ട്. രണ്ടും കൂടി ഒരു ദിവസം വിടുന്നത് നല്ലതാണ്. കാരണം ഗോട്ട അപ്ഡേറ്റ് നിരാശയായാൽ ഈ ദളപതി അപ്ഡേറ്റ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് സമാധാനിക്കാം. പെട്ടെന്ന് ദളപതി 69 അനൗൺസ്മെൻറ്റ് ചെയ്യുന്നതും ഒരു നല്ലതാണ്. അല്ലെങ്കിൽ ഒരുപാട് റൂമേഴ്സ് ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ എന്തായാലും 2 അപ്ഡേറ്റിനും, ഗോട്ട അപ്ഡേറ്റിനും ദളപതി 69 അപ്ഡേറ്റിനും കാത്തിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് കമൻറ്റിൽ പറഞ്ഞാൽ മതി. അതുപോലെ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ, ഷെയർ ബട്ടൺ തട്ടിവിടുക. പിന്നെ സൈഡിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ, ബെൽ ബട്ടൺ കൂടി തട്ടിവിട്ടാൽ കൊള്ളായിരുന്നു. ഇന്ന് പിന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്കിനി കാണാം.